നമസ്കാരം. രണ്ട് അതിശക്തമായ ഭൂകമ്പങ്ങൾ കനത്ത നാശം വിതച്ച വെനസ്വേലയിൽ നിന്നും കണ്ണീരിനിടയിലും പ്രത്യാശ നൽകുന്ന അത്ഭുത രക്ഷപ്പെടുത്തലുകളുടെ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായി 33 പേരെ ജീവനോടെ പുറത്തെടുക്കാൻ സാധിച്ചതായി വെനസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കി. ഇതിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ചത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെടുത്തിയ 11 വയസ്സുകാരായ 2 ആൺകുട്ടികളുടെ വാർത്തകളാണ്. എന്നിരുന്നാലും ദുരന്തം നടന്ന 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 10,000-കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. രക്ഷാപ്രവർത്തകരെയും ബന്ധുക്കളെയും ഒക്കെ ഈ സമയം ഇങ്ങനെ കടന്നു പോകുന്ന ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആദ്യത്തെ 48 മുതൽ 72 മണിക്കൂർ വരെയുള്ള സമയം ആളുകളെ ജീവനോടെ കണ്ടെത്താൻ അത്യന്തം നിർണായകമാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരമെങ്കിലും ലഭിക്കാനായി ജനങ്ങൾ കടുത്ത തണുപ്പിലും ഭീതിയിലും 5-ാമത്തെ രാത്രിയും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച വെറും 39 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വെനസ്വേലയെ പിടിച്ചുകുലുക്കിയ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടായത്. ഈ മാരക ഭൂകമ്പങ്ങളിൽ 800ഓളം വൻകിട കെട്ടിടങ്ങളാണ് തകർന്നടിഞ്ഞത്. ഇതുവരെ ലഭ്യമായ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1450-ലധികം ആളുകൾ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. വെനസ്വേലയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പ്രകൃതി ദുരന്തമാണിതെന്ന് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വിശേഷിപ്പിച്ചു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന പ്രതീക്ഷയിൽ പല കുടുംബങ്ങളും മണ്ണുമാന്തി യന്ത്രങ്ങൾക്കായി കാത്തുനിൽക്കാതെ കൈകൾ കൊണ്ട് കോൺക്രീറ്റ് കഷ്ണങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത് ദുരന്തഭൂമിയിലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യരുടെ ദീനരോധനങ്ങളും നിലവിളികളും കേൾക്കാമെന്നും എന്നാൽ ഭാരമേറിയ കോൺക്രീറ്റ് പാളികൾ മാറ്റാൻ സാധിക്കാത്തതിനാൽ തങ്ങൾ നിസ്സഹായരാണെന്നും പലരും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുന്നു. എന്നാൽ 72 മണിക്കൂറുകളുടെ നിർണായകമായ സമയം കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമായിട്ടുണ്ടെങ്കിൽ ഇനിയും ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ റെസിഡന്റ് കോർഡിനേറ്റർ ജിയാൻ ലൂക്ക റംബുല്ല ഉൾപ്പെടെയുള്ള വിദഗ്ധർ. രക്ഷാപ്രവർത്തകർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തകർന്ന ഇരുമ്പ് കമ്പികൾക്കും സിമന്റ് കട്ടകൾക്കും ഇടയിൽ നിന്നും മോയിസസ് എന്ന 11 വയസ്സുകാരനെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ കരളലിയിപ്പിക്കുന്നതാണ്. കടുത്ത സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കാനായി കുട്ടിയുടെ കണ്ണുകൾ തുണികൊണ്ട് മറച്ചാണ് പുറത്തെടുത്തത്. 3 മീറ്ററോളം ആഴത്തിലുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 6 മണിക്കൂർ നീണ്ട അതീവ ജാഗ്രതയോടുള്ള രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കൊളംബിയൻ ദുരന്ത നിവാരണ സേന കുട്ടിയെ ജീവനോടെ പുറത്തെടുത്തത്. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും കുട്ടിയുടെ തൊട്ടടുത്തായി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകരുടെ കണ്ണ് നനയിച്ചു. ഇതിന് പിന്നാലെ കാരബല്ലേഡ എന്ന നഗരത്തിൽ നിന്നും രണ്ടാമതൊരു 11 വയസ്സുകാരനെ കൂടി രക്ഷപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രസിഡന്റ് റോഡ്രിഗസ് പങ്കുവച്ചിരുന്നു. ഈ നിർണായക സമയത്ത് ഓരോ ജീവനും രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് അവർ പറഞ്ഞു. ഫ്രഞ്ച് അമേരിക്കൻ രക്ഷാപ്രവർത്തകർ സംയുക്തമായി നടത്തിയ നീക്കത്തിൽ കാരബല്ലേഡയിൽ നിന്നും ഒരു പിതാവിനെയും കൗമാരക്കാരനായ മകനെയും ജീവനോട് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദുരന്തം ഏറ്റവും കനത്ത നാശം വിതച്ചത് ലാ ഗുയഡ എന്ന തീരദേശ മേഖലയിലാണ്. ഇനിയും തെരച്ചിൽ നടത്താൻ ഡസൺ കണക്കിന് കെട്ടിടങ്ങൾ ബാക്കിയുണ്ടെന്നും എന്നാൽ ആവശ്യത്തിന് ആളുകളില്ലാത്ത വലിയ പ്രതിസന്ധിയാണെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട കാറ്റിയ ലാമാർ എന്ന സ്ഥലത്ത് ആളുകൾ നഗ്നനേത്രങ്ങൾ കൊണ്ടും കൈകൾ കൊണ്ടുമാണ് ബഹുനില ഫ്ളാറ്റുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നത്. തന്റെ കുടുംബത്തിൽ 8 പേരെ നഷ്ടപ്പെട്ടതായി ഇതിൽ 5 പേർ ഇനിയും വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും വിൽബർ എന്ന പ്രദേശവാസി കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെ ദുരന്ത സമയത്ത് ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം റോഡുകൾ അടച്ചും പ്രത്യേക അനുമതി പത്രങ്ങൾക്കായി മണിക്കൂറുകൾ കാത്തു നിർത്തിച്ചും സർക്കാർ സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്ന കടുത്ത ജനരോഷവും ഉയരുന്നുണ്ട്.